പക്ഷേ സംഘർഷത്തിൻ്റെയും കലാപത്തിൻ്റെയും ഒക്കെ വാർത്തകൾ വരുന്നതിനിടയിൽ ചില വാർത്തകൾ നന്മയുടെ വാർത്തകളായിരിക്കും. നമ്മുടെ നാടിൻ്റെ ഒരു മതമൈത്രിയൊക്കെ എത്രമാത്രം സമ്പന്നമാണ് എന്നൊക്കെ കാണിച്ചിരുന്ന വാർത്തകളായിരിക്കും. അത്തരത്തിൽ വളരെ നന്മയുള്ള വളരെ ആർദ്രമായിട്ടുള്ളൊരു വാർത്തയാണ് വടക്കൻ മലബാറിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നീലേശ്വരത്ത് നിന്നാണ്, കാഞ്ഞങ്ങാട് നിന്നാണ്. 7 വയസ്സുണ്ടായിരുന്ന രാജേശ്വരിക്ക് അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവളെ മകളായിട്ട് സ്വീകരിച്ചത് ഒരു മുസ്ലിം കുടുംബമാണ്. അവളുടെ കല്യാണം സമീപ മാസങ്ങളിൽ കഴിഞ്ഞു. അത് നടത്തിക്കൊടുത്തത് ഈ അബ്ദുള്ള ഹാജി തന്നെയാണ്. അവളുടെ കുറേ വർഷങ്ങളായിട്ട് ആ കുട്ടിയെ സംരക്ഷിച്ചു പോകുന്ന ഒരു മുസ്ലിം കുടുംബം. ഹിന്ദു ആചാരപ്രകാരമായിരുന്നു ആ കല്യാണം നടന്നത്. എല്ലാ കാര്യങ്ങളും അവൾ ജീവിച്ചതുമൊക്കെ ഹിന്ദു ഐഡൻറ്റിറ്റിയിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിൽ. ഇത് ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ ഈ ഒരു കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ശരിക്കും നന്മയുള്ള വാർത്തയല്ലേ? തീർച്ചയായിട്ടും വലിയ നന്മയും നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ കുളിരും ഒക്കെ വന്ന് ചൊരിയുന്നൊരു വാർത്തയാണ്. ഞാൻ ആ വാർത്ത കണ്ടിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു സംസാരത്തിന് ആ നിമിത്തമാകേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്തായാലും ഇപ്പോഴെങ്കിലും നമുക്ക് അതിൽ അവസരം കിട്ടിയില്ലെങ്കിൽ സന്തോഷമുണ്ട്. ഈ കാഞ്ഞങ്ങാട്ടുകാരനാണ് ഈ അബ്ദുള്ള ഹാജി ഖദീജ ദമ്പതികളാണ്. സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള ഇടത്തരക്കാരായ നല്ലൊരു കുടുംബമാണ്. ആ കുടുംബത്തിന് മക്കളുമുണ്ട്. 3 മക്കളുണ്ട് അവർക്ക്. 3 ആൺകുട്ടികളാണ്. ഷമീം, നജീബ്, ഷരീഫ് 3 ആൺകുട്ടികളുണ്ട്. അവരങ്ങനെ കഴിഞ്ഞുകൂടുമ്പോഴാണ് അവരുടെ പരിചയത്തിൽപ്പെട്ട ഒരു കുടുംബം, അച്ഛനും അമ്മയും മരിച്ചു പോയൊരു കുട്ടിയാണ് ഈ രാജേശ്വരി. 7 വയസ്സുള്ളൊരു കുട്ടി 7ാം വയസ്സിൽ അനാഥയായി തീരുകയാണ്. നോക്കാൻ ആളില്ല, അവരെ ഏറ്റെടുക്കാൻ ആളില്ല. ആ സമയത്താണ് ആ കുട്ടിയെ ഇവർ ദത്തെടുക്കുന്നത്. ഈ മുസ്ലിം കുടുംബം യഥാർത്ഥ വിശ്വാസികളും ഭക്തന്മാരും ഒക്കെ ആയ ഒരു മുസ്ലിം കുടുംബം ദത്തെടുക്കുകയാണ്. സാധാരണഗതിയിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നി ഈ വാർത്ത കേൾക്കുമ്പോൾ. അത് ഇപ്പോൾ അത്ഭുതം തോന്നും നമുക്ക്. കാരണം നമ്മുടെ ഒരു കാലം അത്ര കെട്ടുപോയിട്ടുണ്ട്. പലപ്പോഴും വല്ലാതെ മനുഷ്യൻ ഇടുങ്ങിപ്പോവുകയും വിഭാഗീയമായി തീരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ പല മതപണ്ഡിതന്മാരും ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ മതപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഒരു മനുഷ്യനെ ഒത്തുകിട്ടിയാൽ, സൗകര്യത്തിൽ കിട്ടിയാൽ, നിങ്ങളോട് അടുത്ത് വന്നാൽ, നിങ്ങളുടെ ആശ്രിതനായി വന്നാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു വരുത്തണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ 7 വയസ്സുള്ളൊരു കൊച്ചു പെൺകുട്ടിയെ ഒരു കുടുംബത്തിന് കിട്ടിയാൽ അവരെന്താണ് ആദ്യം ആലോചിക്കുക? ആദ്യം മതം മാറ്റാൻ ശ്രമിക്കുകയും ദൈവത്തിന് ഏറ്റവും പുണ്യപ്പെട്ട കാര്യം ആ കുട്ടിയെ ഇസ്ലാമാക്കുകയാണ് എന്നൊക്കെ ആലോചിക്കുകയും ചെയ്യുമല്ലോ. എന്തുകൊണ്ടോ യഥാർത്ഥ മുസൽമാനായ കാഞ്ഞങ്ങാട്ടെ അബ്ദുള്ള ഹാജിക്ക് തോന്നിയില്ല. അബ്ദുള്ള ഹാജിക്കും ഖദീജ താത്തയും ചെയ്തത് ആ കുട്ടിയെ വളർത്തി, ആ കുട്ടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ ആ കുട്ടി ഏത് കുടുംബത്തിലും ഏത് സംസ്കാരത്തിലും ഏത് വിശ്വാസത്തിലുമാണോ ജനിച്ചത് അതുപോലെ വളരാൻ വിട്ടു ആ കുട്ടിയെ അവിടെ വളർത്തി. ഇവിടുത്തെ ഇവരുടെ 3 മക്കൾ, അബ്ദുള്ള ഹാജിയുടെയും ഖദീജയുടെയും 3 മക്കൾ മുസ്ലിം കുട്ടികളായിട്ട് വളരുമ്പോൾ തന്നെ അതേ വീട്ടിൽ ഒരു കുട്ടി ഹിന്ദു കുട്ടിയായിട്ട് അവരുടെ ഒരു കൊച്ചു പെങ്ങളായിട്ട് വളർന്നു. പേര് മാറ്റിയില്ല, ഒന്നും മാറ്റിയില്ല, വിശ്വാസം മാറ്റിയില്ല. ആ കുട്ടിയെ അമ്പലത്തിൽ പറഞ്ഞയച്ചു. ആ കുട്ടിക്ക് ഈ ഹിന്ദു മതവും സംസ്കാരവും വിശ്വാസവും ഒക്കെ ആയിട്ട് ഇടപഴകി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. 22 വയസ്സ് എത്തിയപ്പോൾ, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ 22ാമത്തെ വയസ്സിൽ ആ കുട്ടിക്ക് കല്യാണം വേണമെന്ന് ആലോചിച്ചു. അബ്ദുള്ള ഹാജി തന്നെ കല്യാണം ആലോചിക്കാൻ തുടങ്ങി. ഖദീജ താത്ത കല്യാണം ആലോചിക്കാൻ തുടങ്ങി. ആരെയാണ് ആലോചിക്കുന്നത്? ഇക്കുട്ടിക്ക് ചേർന്ന ഒരു ഹിന്ദു ചെറുപ്പക്കാരനെ ഇവിടെ കിട്ടും. അങ്ങനെയാണ് വിഷ്ണു പ്രസാദ് എന്ന വരനെ കണ്ടെത്തിയവർ. ഈ കുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായി. ഈ കുട്ടിയുടെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കി. അനാഥ കുട്ടിയാണ്, പക്ഷേ ഒരു മുസ്ലിം കുടുംബത്തിൽ വളർന്ന കുട്ടിയാണ്. പക്ഷേ വടക്കേ മലബാറിൻ്റെ ഒരു സാഹചര്യം വെച്ച് അതൊരു സപ്തഭാഷ നാടാണല്ലോ കാസർഗോഡ്. അതുകൊണ്ട് സംസ്കാരങ്ങളുടെ ഒരു സമന്വയ ഭൂമി കൂടിയാണ്. അപ്പോൾ അവർ ആ വിഷ്ണു പ്രസാദിന് അത് സ്വീകരിക്കാൻ തയ്യാറായി. ആ കുട്ടിയുടെ കല്യാണം ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചത് അവിടുത്തെ മാണിയോട്ട് അമ്പലത്തിൽ വെച്ചാണ്, മാണിയോട്ട് ക്ഷേത്രത്തിൽ വെച്ചാണ്. ഗംഭീരമായ സദ്യ അബ്ദുള്ള ഹാജിയുടെ വക. വിവാഹത്തിന് എല്ലാ ആഭരണങ്ങളും വസ്ത്രവും ഒക്കെ കൊടുത്ത് അണിയിച്ചൊരുക്കി അവർ വീട്ടുമുറ്റത്ത് നിന്ന് കല്യാണത്തിന് അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തി. അമ്പലത്തിലെ കല്യാണത്തിനും ഉണ്ടായിരുന്നു വിശേഷം. ആലോചിച്ച് നോക്കൂ, ആ കല്യാണത്തിൻ്റെ വിശേഷം അവരുടെ ഒരു രീതി അനുസരിച്ച് അവിടുത്തെ ഒരു ഹിന്ദു ആചാരപ്രകാരം ഈ പുതിയാപ്പിള വരുമ്പോൾ, ഞങ്ങൾ പുതിയാപ്പിള എന്നാ പറയുക, എന്ന് വെച്ചാൽ വരൻ കല്യാണ ഹാളിലേക്ക് കടന്നു വരുമ്പോൾ അവനെ ഈ അളിയന്മാർ പെണ്ണിൻ്റെ ആങ്ങളമാർ ചന്ദനം തൊട്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ടത്രേ.
ആ ചടങ്ങിന് ഈ 3 ആൺകുട്ടികളും മുമ്പിൽ നിന്നു. ഈ മുസ്ലിം ആൺകുട്ടികൾ. അപ്പോൾ അത് മനോഹരമായ ഒരു കാഴ്ചയാണ്. അതിമനോഹരമായ ഒരു ഈ പുതിയ കാലത്ത് ഇതിൽ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 7-ാം വയസ്സിൽ വന്നിട്ട് 15 കൊല്ലം ഏറ്റവും ചുരുങ്ങിയത് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഹിന്ദുവിനും മുസൽമാനും ഒരുമിച്ച് കഴിയാൻ പറ്റും. ഒരമ്മയുടെ മക്കൾ തന്നെ ഹിന്ദുവും മുസൽമാനുമായിട്ട്. ഖദീജ താത്ത എന്ന ഉമ്മയ്ക്ക് രാജേശ്വരിയും മക്കളാണ്. രാജേശ്വരി അല്ലേ? രാജേശ്വരിയും മക്കളാണ്. മറ്റ് 3 പേരും മക്കളാണ്. ഒരു ഹിന്ദു കുട്ടിയുടെ അമ്മയാകാൻ ഖദീജ താത്തക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. 3 മുസ്ലിം കുട്ടികളുടെ അമ്മയെപ്പോലെ തന്നെയാണ് അവർ. മാതൃത്വം എല്ലാവർക്കും ഒരുപോലെയാണ്. അങ്ങനെ ഒരു കുടുംബത്തിനകത്ത് ഇന്നിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ, ഒരു അയൽപക്കത്ത് ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് ശങ്കിക്കുന്ന ഒരു നാടാണ്. ഒരു കാലത്ത് എൻ്റെ അയൽപക്കത്തെ ഹിന്ദു വേറൊരു രാഷ്ട്രമാണ് എന്ന് വാദിച്ച് രാജ്യം വെട്ടിമുറിക്കപ്പെട്ടൊരു നാടാണ്. ആ നാട്ടിലാണ് ഇപ്പോൾ തൊട്ടതിനൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ, ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ, കാണുന്ന സിനിമയുടെ പേരിൽ, വായിക്കുന്ന പുസ്തകത്തിൻ്റെ പേരിൽ ഒക്കെ ജാതി തിരിഞ്ഞ് കലഹങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. ആ കാലത്താണ് ഇങ്ങനെ അത്യപൂർവമായൊരു കാഴ്ച, മികച്ച ഒരു ജീവിത മാതൃക വടക്കേ മലബാറിൽ നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും വടക്കേ മലബാറിൽ നിന്നാണ് വരുന്നത് എന്ന് തന്നെ അതിലൊരു മലബാറിന് കാരണം ഒരു സ്വഭാവമുണ്ട്. ആ നാട്ടിലുള്ള ആളുകളുടെ ഒരു സംസ്കാരത്തിന്റെ ഒരു സ്വഭാവം അവിടെ സംസ്കാരത്തിലുണ്ട് ഈ സമന്വയം. അവരുടെ വിശ്വാസത്തിലും സംസ്കാരത്തിലുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വടക്കേ ചില വീഡിയോകള് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വൈറലായിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് തന്നെ തെയ്യം മുത്തപ്പൻ കെട്ടിയാടപ്പം ഒരു മുസ്ലിം പെൺകുട്ടി ദൂരത്തങ്ങ് മാറി നിൽക്കുന്നു. അപ്പോ ഈ മുത്തപ്പൻ വിളിക്കുകയില്ലേ, നീയും എനിക്ക് ഒരേ ആള് തന്നെയാണ്, നീ എവിടെയായി പോകുന്നു വാ എന്ന് പറഞ്ഞിട്ട് കൂടെ ചേർത്ത്. തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നു. മാത്രമല്ല ഈ കെട്ടിയാടുന്ന തെയ്യം ഉണ്ടല്ലോ, മുസ്ലിം മാപ്പിള തെയ്യം എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെയുണ്ട്. ഞാൻ അത് തെയ്യത്തെക്കുറിച്ച് കുറച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. മാപ്പിള തെയ്യം, കലന്തു മുക്രി, ഉണ്ടമോ അങ്ങനെയുള്ള കുറേ പേരുകളാണ്. ബപ്പിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബപ്പൂരാൻ, ഉണ്ടമമ്മദു, കലന്തു മുക്രി എന്നൊക്കെ ആരുടെ പേരാണെന്ന് അറിയാം. തെയ്യത്തിന്റെ പേര്, കെട്ടിയാടുന്ന കോലങ്ങളുടെ പേരാണത്. അപ്പോൾ മാത്രമല്ല ഈ മാപ്പിള തെയ്യം കെട്ടിയാടുന്നതിന് മുമ്പ് ഒരു ചടങ്ങുള്ളത് എന്താണെന്ന് അറിയാം, ബാങ്ക് വിളിക്കും. ഈ തെയ്യം അതൊക്കെ അത്യപൂർവമായ കാഴ്ചകളാണ്. അത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ഇപ്പൊ ലോകനാർകാവില്, നമ്മുടെ കടത്തനാടൻ കളരിയുടെ ലോകനാർകാവിലെ വടക്കം പാട്ടുകളിൽ ഞാൻ കേട്ട ഒരു പാട്ട്, വടക്കം പാട്ടിൽ നമ്മൾ കേൾക്കുന്ന ഈ സാധാരണ വടക്കം പാട്ടിൽ നിന്ന് വ്യത്യസ്തമായി കോട്ടക്കലോമന കുഞ്ഞാലിക്ക് തീയരും നായരും ഒന്നുപോലെ, കാവിൽ ഭഗവതി പൊന്നമ്മയ്ക്ക് മക്കത്തെ മക്കളും മക്കളാണ് എന്ന് വടക്കം പാട്ടാണ്. എവിടുന്ന്? ലോകനാർകാവിലെ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കേൾക്കുന്ന പാട്ടാണ്. ആലോചിച്ച് നോക്കുക. അപ്പോൾ കുഞ്ഞാലി മരക്കാരും അവർക്ക് മക്കളാണ്. മക്കത്തെ മക്കളും മക്കളാണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ദേവിയുടെ മക്കളാണ് എന്ന് പ്രാർത്ഥിക്കുന്ന പാട്ടുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട്. ഇതിപ്പോൾ മാപ്പിള തെയ്യത്തിലുണ്ട്, മാപ്പിള രാമായണമുണ്ട്. വടക്കേ ശരിയാണ്, മലബാറിന് അങ്ങനെ ഒരു കൾച്ചറുണ്ട്. എല്ലാതും അവരുടെ ജീവിതത്തിലുണ്ട്, സംസ്കാരത്തിലുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ്. ഏറ്റവും ഒടുവിലത്തെ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കാഞ്ഞങ്ങാട്ടെ അബ്ദുള്ള ഹാജി ഒരു മികച്ച ചിത്രമായി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്നേഹത്തിന്റെ ദീപം, സ്നേഹത്തിന്റെ പ്രകാശം, ആ ഫോട്ടോ അടക്കം തന്നെ. ആ ഫോട്ടോ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാം. തീർച്ചയായിട്ടും. അതായത് കാല് തൊട്ടിട്ട് വണങ്ങുന്നു അമ്മ. തീർച്ചയായിട്ടും അമ്മയാണ് അവർക്ക്. ഈ രാജേശ്വരി. ഇതിന് സമാനമായ ചിത്രങ്ങൾ പലപ്പോഴും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജില്ലയിൽ 3 കുട്ടികളെ ഇതുപോലെ, ഒരു ചക്കി എന്നൊരു സ്ത്രീ മരിച്ചപ്പോൾ അച്ഛൻ നേരത്തെ മരിച്ചു പോയിരുന്നു. ചക്കി എന്ന സ്ത്രീയുടെ അനാഥരായ 3 ദളിത് കുട്ടികളെ ഒരു അസീസാജിയും സുബൈദ താത്തയും മലപ്പുറം ജില്ലയിലെ കാളികാവിലെ വളർത്തി ഉണ്ടാക്കി 3 കല്യാണങ്ങൾ ആ വീട്ടിൽ ഇതുപോലെ. അവർക്ക് 3 മുസ്ലിം കുട്ടികളുണ്ട്, അവരെ മുസ്ലിം കുട്ടികളായിട്ടും 3 ഹിന്ദു കുട്ടികളായിട്ടും വളർത്തുകയും 3 കല്യാണങ്ങൾ ഈ അവിടെ ഹിന്ദു ആചാരപ്രകാരം നടത്തുകയും ചെയ്ത ചടങ്ങുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അനുഭവങ്ങളൊക്കെ മലബാറിൻ്റെ സവിശേഷമായ കാഴ്ചകളിൽ പെട്ടതാണ്. മറ്റു പലയിടത്തും ഉണ്ടാകുമായിരിക്കും, പക്ഷേ മലബാറിൽ കുറച്ച് കൂടുതലാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം വാർത്തകൾ നമുക്ക് വല്ലാത്ത കുളിർമയാണ് നൽകുന്നുണ്ട്. അത് ആ കുളിർമ മലബാറിൽ നിന്ന് ഇന്ത്യയാകെ പ്രസരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അബ്ദുള്ള ഹാജിക്കും കുടുംബത്തിനും ഒപ്പം രാജേശ്വരിക്കും കുടുംബത്തിനും
പല ദീർഘായുസ്. ആളുകളും വിചാരിക്കുന്നത് പോലെ ഈ മുസ്ലിം കുടുംബം ആദ്യം തന്നെ ഈ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട രാജേശ്വരിയെ മതം മാറ്റാനല്ല ശ്രമിച്ചത്. വേണമെങ്കിൽ അവർക്കത് ചെയ്യാമായിരുന്നു, ആവശ്യമില്ല. സിമ്പിളായിട്ട് അത് ചെയ്യാമായിരുന്നു. അതെ അതെ, മനുഷ്യന്റെ മക്കളാണ് രാജേശ്വരിയും സ്വന്തം മക്കളും മനുഷ്യന്റെ മക്കളാണ് എന്ന ബോധ്യമാണ്. മനുഷ്യന്റെ മക്കൾക്ക് വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ഒരു വീട്ടിൽ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളായിട്ട് തന്നെ വളരാൻ കഴിയും എന്ന ഉദാത്തമായ ജനാധിപത്യ പാഠം കൂടിയാണ് അവർ കൈമാറുന്നത്. ഈ വെളിച്ചം ഇന്ത്യയാകെ പ്രസരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം.